Hello, welcome to Current Affairs Tube. Let's check today's news analysis. Abortion law in India. A 25-year-old pregnant woman moved to the Supreme Court seeking an abortion after the Delhi court declined her pay. അതായത് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ 25 വയസ്സുള്ളൊരു ഗർഭിണിയായ യുവതി ഡൽഹി ഹൈക്കോർട്ട് അവളുടെ പ്രഗ്നൻസി അബോർഷൻ ചെയ്യാനുള്ള താല്പര്യത്തിനെതിരെ വിധി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ അവൾ ജസ്റ്റിസ് സീക്ക് ചെയ്യുകയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണിത്. ഇനി നമുക്ക് അബോർഷൻ ലോ, ഇന്ത്യയിലെ അബോർഷൻ ലോനെ പറ്റി കൂടുതൽ അറിയാം. The Supreme Court allowed an unmarried woman whose relationship status changed during the pregnancy to terminate her 24-week fetus, underlining that a distinction in law between a married and unmarried woman should have no bearing on the right to terminate a pregnancy. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മുൻപ് ഇതുപോലെ സുപ്രീം കോടതി 24 ആഴ്ച പ്രായമുള്ള ഭ്രൂണം അബോർഷൻ ചെയ്യാനുള്ള അനുമതി ഒരു സ്ത്രീക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചേഞ്ച് ആയിട്ടുണ്ട്. മേ ബി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള യുവതിയായിരിക്കാം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്നല്ല, ആ സ്ത്രീക്ക് 24 ആഴ്ച പ്രായമുള്ള ഭ്രൂണം അബോർഷൻ ചെയ്യാനുള്ള അനുമതി സുപ്രീം കോടതി മുന്നേ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അബോർഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തി, ഈ പറഞ്ഞ സ്ത്രീ വിവാഹിതയാണോ അവിവാഹിതയാണോ എന്നുള്ള കാര്യമൊന്നും നിയമത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. A woman's right to reproductive choice is an inseparable part of her personal liberty under Article 21 of the Constitution. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു സ്ത്രീയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന തെരഞ്ഞെടുപ്പിനുള്ള അവകാശം അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതായത് ഒരു സ്ത്രീ പ്രസവിക്കണോ വേണ്ടയോ എന്നുള്ളത് അവളെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21 കീഴിൽ വരും. ഇനി നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിനെ പറ്റിയിട്ട് അറിയാം. ഇന്ത്യയിൽ നിലവിലുള്ള അബോർഷൻ ആക്റ്റാണ്. നമുക്ക് ഈ അബോർഷൻ ലോ ആയിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്ങനെ ഇത് അബോർഷൻ ലോസ് ഇന്ത്യയിൽ വന്നു എന്നൊക്കെയുള്ളത്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക് അനാലിസിസ് ഞാൻ വീഡിയോ വേറെ ചെയ്യാം. ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഇൻ ഓർഡർ ടു റെഡ്യൂസ് മെറ്റേണൽ മൊറാലിറ്റി owing to unsafe abortion, the Medical Termination of Pregnancy (MTP) Act was brought into force in 1971. അതായത് സുരക്ഷിതമല്ലാത്ത ഗർഭചിത്രങ്ങൾ മൂലമുള്ള മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിന് MTP നിയമം നിലവിൽ വന്നു 1971. അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാണ്ട് ഗർഭചിത്രം മൂലം സ്ത്രീകൾ മരണപ്പെടുന്നത് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഓക്കെ, Under the Medical Termination of Pregnancy Amendment Act 2021, അതായത് ഈ 1971 ആക്ട് 2021 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അബോർഷൻ ഈസ് പെർമിറ്റഡ് ആഫ്റ്റർ മെഡിക്കൽ ഒപ്പീനിയൻ അണ്ടർ സ്റ്റിപ്പുലേറ്റഡ് സർക്കംസ്റ്റാൻസസ്. അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. MTP ആക്ട് 2021 പ്രകാരം വ്യവസ്ഥാപിതമായ സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ ഡോക്ടറിൻ്റെ വൈദ്യോപദേശ ശേഷം ഗർഭചിത്രം അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. The 2021 Act increased the upper limit of the gestation period to which a woman can seek a medical abortion to 24 weeks from 20 weeks permitted in 1971 Act. അതായത് 1971 MTP ആക്ട് പ്രകാരം 20 ആഴ്ചയോളാണ് ഈ പറഞ്ഞ അബോർഷൻ അനുമതിയുള്ളൂ. പക്ഷേ 2021 MTP ആക്ട് പ്രകാരം അത് 20 ആഴ്ചയിൽ നിന്ന് 24 ആഴ്ചയിലേക്ക് അതിൻ്റെ പരിധി വർദ്ധിപ്പിച്ചു. Har Ghar Tiranga. 22nd July has a special relevance in our history, as on this day in 1947 our national flag was adopted. Prime Minister. അതായത് 22nd July 1947 നമ്മൾ നാഷണൽ ഫ്ലാഗ്, അതായത് ദേശീയ പതാക അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രൈം മിനിസ്റ്റർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞ പദ്ധതി കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിനെ പറ്റിയിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി നാഷണൽ ഫ്ലാഗിനെ പറ്റിയിട്ടും ഹർ ഘർ തിരങ്ക പദ്ധതിയെ പറ്റിയിട്ടും അറിയാം. റിവൈസ്ഡ് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഫ്ലാഗ് കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാസ് കം ഇൻ ടു ഇഫക്റ്റ്.
The Union government in December 2021 amended the flag code. അതായത് 2021 ഡിസംബറിൽ നമ്മൾ ഫ്ലാഗ് കോഡ് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദിസ് ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഓർ ട്രൈകളർ ക്യാൻ നൗ ബി മെയ്ഡ് ഓഫ് പോളിസ്റ്റർ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. അതായത് നമുക്ക് ഈ പറഞ്ഞ ഫ്ലാഗ് കോഡ് അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുവഴി വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് നമുക്ക് നമ്മുടെ ദേശീയ പതാക എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം പോളിസ്റ്റർ ഉപയോഗിച്ചിട്ടും മെഷീൻസ് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിനു മുന്നേ ഏർലിയർ ഓൺലി ഹാൻഡ് വൂവൺ ആൻഡ് ഹാൻഡ് സ്പൺ ഫ്ലാഗ്സ് മെയ്ഡ് ഓഫ് കോട്ടൺ, സിൽക്ക്, വൂൾ ഓർ ഖാദി വെയർ അലോട്ട്. അതായത് മുന്നേ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കോട്ടൺ, സിൽക്ക്, ഖാദി, വൂൾ എന്നിവയിൽ നിർമ്മിച്ച കൈകൊണ്ട് നെയ്തതും കൈകൊണ്ട് നൂൽക്കുന്നതുമായ പതാകകൾ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. അതിനൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് പോളിസ്റ്റർ ഉപയോഗിക്കാൻ പറ്റും, അത് തന്നെ മെഷീൻസിൻ്റെ ഉപയോഗത്തോടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, നിർമ്മിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഹർ ഘർ തിരങ്ക, ട്രൈ കളർ അറ്റ് എവ്രി ഡോർ, അതാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇറ്റ് പ്രൊപ്പോസസ് ടു കവർ ഗവൺമെൻറ് ബിൽഡിങ്സ്, എല്ലാ ഗവൺമെൻറ് ബിൽഡിങ്സും പ്രൈവറ്റ് ഓഫീസസും റെസിഡൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ദേശീയ പതാക വെച്ചിട്ട് ട്രൈ കളർ വെച്ചിട്ട് നമുക്ക് എല്ലാവരുടെ വീട്ടിലും യൂസ് ചെയ്യാന്നുള്ള തരത്തിലാണ് ഈ പറഞ്ഞ ഹർ ഘർ തിരങ്കേൻ്റെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ ഈ 2022 ഹർ ഘർ തിരങ്കേൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഗസ്റ്റ് 13 തൊട്ടിട്ട് ആഗസ്റ്റ് 17 വരെ എല്ലാ വീട്ടിലും നമ്മൾ ഓരോ പതാക തൂക്കി വെക്കണം, ഉയർത്തി വയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ദ hoisting, use and display of the flag is governed by the Prevention of Insult to National Honor Act 1971 and the Flag Code of India 2002. അതായത് ഇത്രേ പറയുന്നുള്ളൂ, പതാക ഉയർത്തുന്നതിനും ഉപയോഗിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതും ഒക്കെ നിയന്ത്രിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഹോണർ ആക്ട് 1971 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഫ്ലാഗ്, പ്രസന്റ് ഫ്ലാഗ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്വരാജ് ഫ്ലാഗ്. നമ്മുടെ സ്വരാജ് ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ടാണ് നിലവിലുള്ള ദേശീയ പതാക ഉള്ളത്. എ ഫ്ലാഗ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മൾ ഈ INCയിൽ ഉണ്ടായിരുന്ന ഫ്ലാഗാണ്. ഓക്കെ, ഡിസൈൻഡ് ബൈ പിങ്കാളി വെങ്കയ്യാണ് ഈ പറഞ്ഞ നമ്മുടെ നിലവിലുള്ള നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഇവോൾവ് ചെയ്ത് വന്ന ഒരു പിക്ചറാണ്. എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നത്, അതായത് ഉരുത്തിരിഞ്ഞ് വന്നതിൻ്റെ പിക്ചേഴ്സാണ്. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. നമുക്കറിയാം 1906 ഇങ്ങനെയായിരുന്നു, 1907 അതിൽ ഡിഫറൻസ് വന്നു, 1917 ബ്രിട്ടീഷുകാരുടെ സൈനും കൂടി ഉണ്ട്, മനസ്സിലാവുന്നില്ലേ, ബ്രിട്ടീഷുകാരുടെ ഫ്ലാഗും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ആ ഫേസ് മാറി മാറി വന്നു, 1921, 1931, അങ്ങനെ 1947 ലാസ്റ്റ് ഇപ്പോഴത്തെ നിലവിലുള്ള രൂപത്തിലേക്ക് ഫ്ലാഗ് മാറുകയാണ് ഉണ്ടായത്. Right to repair. The Department of Consumer Affairs announced that it has set up a committee chaired by Nidhi Khare, a additional secretary, to develop a comprehensive framework on right to repair. ഈ റൈറ്റ് ടു റിപ്പയർ എന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള അവകാശം എന്നൊക്കെ പറയാം നമുക്കതിനെ. ഇതിൽ റൈറ്റ് ടു റിപ്പയർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രെയിം വർക്ക്സ്, ചിലപ്പോൾ നിയമം കൊണ്ടുവരാനുള്ള കാര്യമായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഓക്കെ, അതിൽ നിധി ഖറയാണ് ഇതിൻ്റെ ചെയർ ചെയ്യുന്നത്, ഇതിൻ്റെ ചെയർമാനായിട്ടുള്ളത് ഈ കമ്മിറ്റീൻ്റെ. അത് ഇനി നമുക്ക് റൈറ്റ് ടു റിപ്പയർ എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ദ റൈറ്റ് ടു റിപ്പയർ റെഫേഴ്സ് ടു ഗവൺമെൻറ് ലെജിസ്ലേഷൻ ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു അലോ കൺസ്യൂമേഴ്സ് ദ എബിലിറ്റി ടു റിപ്പയർ ആൻഡ് മോഡിഫൈ ദെയർ ഓൺ കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവൈസസ്. അതായത് ഇത്രയേ ഉള്ളൂ, സ്വന്തം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നന്നാക്കാനും പരിഷ്കരിക്കാനുള്ള ഒരു കഴിവ് ചെയ്യാനുള്ള ഒരു അവകാശം നൽകുന്നതാണ് ഈ പറഞ്ഞ റൈറ്റ് ടു റിപ്പയർ എന്ന് പറയുന്നത്. വേർ അതർവൈസ് ദ മാനുഫാക്ചർ ഓഫ് സച്ച് ഡിവൈസസ് റിക്വയർ ടു കൺസ്യൂമർ ടു യൂസ് ഓൺലി ദിയർ ഓഫേർഡ് സർവീസ്. അത് ചിലപ്പോൾ നമുക്കറിയാം, ചില സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ സർവീസ് സെൻറ്ററിൽ തന്നെ പോകണം, അല്ലാതെ നമുക്കത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാൾ തേർഡ് പാർട്ടി എനിക്ക് അത് ഏൽപ്പിക്കാനോ പറ്റില്ല. അവർ നേരിട്ട് അവരെ ഈ പറഞ്ഞ മാനുഫാക്ചറർ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ പോയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെതിരെ വന്നതാണ്, അതിനെതിരെ എന്നല്ല, അതിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് ടു റിപ്പയർ വന്നിരിക്കുന്നത്. The idea originally originated from USA, where the Motor Vehicle Owners' Right to Repair Act 2012.
ഈ ഐഡിയ റൈറ്റ് ടു റിപ്പയർ അഥവാ ഈ അറ്റകുറ്റപ്പണി ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ആശയം ഉത്ഭവിച്ചിരിക്കുന്നത് USA-ലാണ്, അമേരിക്കയിലാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ മോട്ടോർ വെഹിക്കിൾ ഓണേഴ്സ് റൈറ്റ് ടു റിപ്പയർ ആക്ട് 2012 അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ റിക്വയർഡ് ദ മാനുഫാക്ചേഴ്സ് ടു പ്രൊവൈഡ് ദ നെസസറി ഡോക്യുമെന്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ടു അലോ എനിവൺ ടു റിപ്പയർ ദെയർ വെഹിക്കിൾസ്. ഈ പറഞ്ഞ USA-ലെ മോട്ടോർ വെഹിക്കിൾ ഓണേഴ്സ് റൈറ്റ് ടു റിപ്പയർ ആക്ട് 2012 പ്രകാരം നിർമ്മാതാക്കൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിവരങ്ങൾ, അതിൻ്റെ രേഖകളും ഈ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും വിവരങ്ങളും നിർമ്മാതാക്കൾക്ക് നൽകണം എന്നാണ് ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഓണേഴ്സ് റൈറ്റ് ടു റിപ്പയർ ആക്ട് പറയുന്നത്. ഓക്കെ, അണ്ടർ ദിസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന റൈറ്റ് ടു റിപ്പയർ, നമ്മൾ ഈ പറഞ്ഞ കൺസ്യൂമർ അഫയേഴ്സ് ഒരു കമ്മിറ്റിനെ വെച്ചിട്ടുണ്ടല്ലോ, ചെയർഡ് ബൈ നിധി കാരേൻ്റെ കീഴിലുള്ളത്. അപ്പോൾ അതിൽ വരുന്ന റൈറ്റ് ടു റിപ്പയറിൽ ആ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രകാരം ഇറ്റ് വുഡ് ബി മാൻഡേറ്ററി ഫോർ മാനുഫാക്ചേഴ്സ് ടു ഷെയർ ദെയർ പ്രൊഡക്ട്സ് ഡീറ്റെയിൽസ് വിത്ത് കൺസ്യൂമേഴ്സ് so that they can either repair them by self or by third parties rather than depending on original manufacturers. അതായത് ഈ പറഞ്ഞ റൈറ്റ് ടു റിപ്പയറിന് കീഴിൽ നിർമ്മാതാക്കൾ തങ്ങളുടെ ഉൽപ്പന്ന വിശദാംശങ്ങൾ ഉപഭോക്താക്കളുമായി പങ്കിടേണ്ടത് നിർബന്ധമായിട്ട് മാറും. ഓക്കെ, അതിലൂടെ എന്ത് വരും എന്ന് വെച്ചാൽ അവർക്ക് യഥാർത്ഥ നിർമ്മാതാക്കളെ ആശ്രയിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, സ്വയം അവർക്ക് അല്ലെങ്കിൽ മൂന്നാം കക്ഷികൾക്ക്, തേർഡ് പാർട്ടി എന്നല്ലേ പറയുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് റിപ്പയർ ചെയ്യാനുള്ള അവകാശം ലഭിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം വരുന്നത് വഴി എന്താ ഒരു ഉപയോഗമുള്ളതെന്ന് വെച്ചാൽ ദ ലോ ഓൾസോ എയിംസ് ടു ഹെൽപ്പ് ഹാർമണൈസ് ദ ട്രേഡ് ബിറ്റ്വീൻ ദ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ആൻഡ് തേർഡ് പാർട്ടി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ദസ് ഓൾസോ ക്രിയേറ്റിംഗ് ന്യൂ ജോബ്സ്. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ OEMs-ഉം മൂന്നാം കക്ഷി വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യാപാര യോജിപ്പ് വന്നിട്ട് അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ പറഞ്ഞ നിയമം ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് നമ്മളെ ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു സർവീസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആപ്പിൾ സെൻറ്ററിൽ തന്നെ പോയിട്ട് സർവീസ് ചെയ്യണം. അല്ലാതെ നമുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് ചെയ്യാനോ ഉള്ള അവകാശമില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഈ പറഞ്ഞ റൈറ്റ് ടു റിപ്പയർ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു അവകാശം വരുമ്പോൾ അവിടെ പുതിയൊരു ജോബ് ക്രിയേറ്റ് ചെയ്യല്ലേ. അത്തരത്തിലെ ഈ റൈറ്റ് ടു റിപ്പയർ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ ബേസിക് വരിക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നാളത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദിസ് ഈസ് യുവർ കറണ്ട് അഫയേഴ്സ് മെൻറ്റർ സൈനിങ് ഓഫ്.